NSG ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിരിക്കുന്ന 13 വെടിയുണ്ടകൾ പതിഞ്ഞ ഈ സോഫ സെറ്റിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെക്കുറിച്ചറിയാൻ വീഡിയോ മുഴുവനായും കാണുക. 2008 നവംബർ 26 ആ കറുത്ത ദിനത്തിൽ മുംബൈ നഗരം ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ചു നിന്നു. താജ് ഹോട്ടലിൽ ഭീകരർ ബന്ദികളാക്കിയ നിരപരാധികളെ രക്ഷിക്കാൻ NSG കമാൻഡോകൾ ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആരംഭിച്ചു. ആ ജീവൻ മരണ പോരാട്ടത്തിന് ധീരനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനായിരുന്നു നേതൃത്വം നൽകിയത്. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. ഭീകരരുമായി ഏറ്റുമുട്ടാനായി മുന്നോട്ടു പോകും മുമ്പ് സഹപ്രവർത്തകരോട് അദ്ദേഹം അവസാനമായി പറഞ്ഞു, നിങ്ങൾ താഴെ നിൽക്കൂ, ഞാൻ അവരെ നേരിട്ടോളാം, ഒരാളുപോലും പുറത്തു വരരുത്. ഭീകരരുടെ വെടിയേറ്റ് വീണ തന്റെ സഹപ്രവർത്തകനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനു ശേഷം സ്വന്തം വലതുകൈയിൽ വെടിയേറ്റിട്ടും സന്ദീപ് ഭീകരരെ പിന്തുടർന്നു. ഒടുവിൽ ഹോട്ടലിലെ പാം ലോഞ്ചിലെ ബോൾ റൂമിനടുത്തുവച്ച് അദ്ദേഹം ഭീകരരുമായി നേരിട്ടേറ്റുമുട്ടി. പിറകിൽ നിന്നും വന്ന വെടിയുണ്ടകൾ ആ ധീരന്റെ ശരീരത്തിൽ തുളച്ചുകയറി. രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വീരമൃത്യു വരിച്ചു. ഇന്നും മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന് വെടിയേറ്റപ്പോൾ പാം ലൗഞ്ചിലുണ്ടായിരുന്ന അതേ മരത്തിലുള്ള സോഫ NSG ആസ്ഥാനത്തുണ്ട്. NSGയിൽ ചേരുന്ന ഓരോ ജവാനും അവർ വഹിക്കുന്ന വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള കേവലമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല അത്, മറിച്ച് മേജർ ഉണ്ണികൃഷ്ണനെ പോലുള്ള നായകന്മാർ ഉയർത്തിപ്പിടിച്ച ത്യാഗത്തിന്റെയും ധീരതയുടെയും തത്വങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള നിശബ്ദമായ ഒരു പ്രതിജ്ഞ കൂടിയാണത്.